ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബ്യൂട്ടി വിത്ത് ജ്വൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ വെക്കേഷൻ തുടങ്ങിയപ്പോൾ തന്നെ കുറേ ഡ്രസ്സുകളുടെയൊക്കെ ഐഡിയാസ് ഇവിടെ ജോക്കുട്ടനും ചക്കരയും പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ കുറച്ച് നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട്. നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളത് ഇത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം കാക്കനാട് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വള്ളത്തോൾ ജംഗ്ഷനിലാണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കുറച്ച് നല്ല കളക്ഷൻ ഉണ്ട് എന്നും പറഞ്ഞാണ് ഇതാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ പെരുന്നാളിൻ്റെ ആളാണ്. കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെയാണെന്ന് പറയാം. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആ വന്ന സമയത്ത് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് നല്ല തിരക്കായിരുന്നു. ഡ്രസ്സ് മാറാനൊക്കെ ചെന്ന് അവിടെ റൂമിൽ നോക്കുമ്പോൾ നമുക്കൊരു 10-15 പേര് ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഡ്രസ്സൊന്ന് മാറാനായിട്ട് പോകാനായിട്ട് പറ്റിയത്. അപ്പോൾ അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. കുറേ നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനിൽ 14 ഇയേഴ്സ് ഓൾഡിൻ്റെയിലാണ് ഇതാ ജോക്കിട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 14 ഇയേഴ്സിൻ്റെയൊക്കെ തപ്പി വരുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കുട്ടീസിൻ്റെ സെക്ഷനിൽ കുറച്ച് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. അതാ ഈ ഒരു ഷർട്ടൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അവൻ ആ വൈറ്റ് വന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. വൈറ്റ് ഇല്ലാത്തത് വേണമെന്നും പറഞ്ഞ് നോക്കി നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബ്ലൂ നോക്കി അതും ആൾക്ക് എന്തോ കുറച്ച് ഇത് ഡീറ്റെയിലിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ ഇത് വരുന്നത് കണ്ടോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ബോയ്സിൻ്റെ 399 ആണ് കേട്ടോ ഈ ഒരു ഷർട്ടിനൊക്കെ വില വരുന്നത്. പക്ഷേ അതെല്ലാം പ്ലെയിൻ ഷർട്ടുകളാണ് വരുന്നത്. എന്താ ഇതൊക്കെ 399 ആണ് വില വരുന്നത്. അതുപോലെ ഇത് വലിയ ആളുകളുടെ ഷർട്ടുകളാണ് കേട്ടോ. 499 ആണ്. ഈ 14 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയവരുടെ സെക്ഷനിലേ ഷർട്ടുള്ളൂ കേട്ടോ. പക്ഷേ അത് ഇവർക്ക് പാകമാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്മോൾ സൈസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബിഗ് സൈസായിരിക്കും. ആ ഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ സ്മോൾ സൈസ് നോക്കിക്കഴിഞ്ഞാൽ അത് അവന് കയറുകയില്ല. എന്നാൽ പിന്നെ അവൻ 1-2 എണ്ണം ടീഷർട്ടൊക്കെ എടുത്തു. ഇനി നമ്മുടെ ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് നോക്കാം. കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ മമ്മിക്ക് എന്നാൽ കുറച്ച് ചുരിദാർ എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ചുരിദാറുകളാണ് കേട്ടോ. ഇതൊരു 499 ആണ്. അതാ ഈ ഒരു ചുരിദാർ ടോപ്പ് മാത്രമാണ്. ടോപ്പിൻ്റെ വില 499 ആണ്. നല്ല നമുക്ക് പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ലതാണ്. 299 ഉണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള വർക്കുകളും സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് 499 399 ഉണ്ട്. അത് രണ്ടും നല്ലതാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണമെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾ ടൈപ്പാണ് കേട്ടോ. പക്ഷെ നല്ല കോട്ടനാണ്. വളരെ നല്ല പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് 499. അതിനകത്ത് കുറച്ച് വർക്കൊക്കെ വരുന്ന ഫ്രണ്ട് പോർഷനിലൊക്കെ അത്യാവശ്യം കുറച്ച് വർക്കൊക്കെ വരുന്ന വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പിന്നെ അതും നല്ല പ്യുവർ കോട്ടനാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2-3 എണ്ണം മമ്മിക്ക് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ നമുക്ക് കോട്ട് സെറ്റ് പോലത്തെയാണ്. അതിൻ്റെ പാൻറ്റും കോട്ട് സെറ്റിൻ്റെ 2 സെറ്റും ആയിട്ടുള്ളതാണ്. അതിൻ്റെ പല വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു, പല കളേഴ്സ്. പിന്നെ ഇത് ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് വരുമ്പോൾ 299 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 599 699 ഒക്കെ ഉണ്ടായിരുന്നു. ഈ 299 ഒക്കെ ഹീൽസ് ഇല്ല കേട്ടോ. ഫ്ലാറ്റ് ഹീലാണ് 299 വരുന്നത്. 199 ആണ് കേട്ടോ വരുന്നത്. ഇതെല്ലാം ഫ്ലാറ്റ് ഹീലാണ്. പക്ഷേ ഫ്ലാറ്റ് ഹീല് എനിക്കെന്തോ ഈ ഫ്ലാറ്റ് ഹീല് ഒട്ടും ഇഷ്ടമില്ല. എപ്പോഴും ഒരു ചെറിയ ഹീലെങ്കിലും ഉണ്ടെങ്കിലാണ് ഇടാനൊരു സുഖമുള്ളൂ. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഗേൾസ് എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ളതാണ്. 699 599 ഒക്കെ നല്ല ചെരുപ്പുകളാണ് ഉള്ളത്. ചപ്പൽസും ഉണ്ട്. അതുപോലെ തന്നെ ക്രോക്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ വീണ്ടും കോട്ട് സെറ്റുകളുണ്ട്. പിന്നെ കുറേ കുർത്തീസ് ഉണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ. അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഒരു പലാസോ പോലത്തെയാണ്. ജീൻസിൻ്റെ ഡെനിമിൻ്റെ പലാസോ പോലത്തെ. അപ്പോൾ ഒരു വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അതെനിക്ക് പാകമായില്ല കേട്ടോ. ഞാൻ മറ്റേത് മാത്രമേ എടുത്തുള്ളൂ. അത് നല്ല രസമാണ് ഇട്ടിട്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ശരിക്കും ലേഡീസിൻ്റെ സെക്ഷനിലാണ് കളക്ഷൻ മുഴുവൻ. എന്താ ഈ ഒരു ഷോർട്ട് ടോപ്പുകൾ, ക്രോപ്പ് ടോപ്പുകൾ എല്ലാം തന്നെ ലേഡീസിൻ്റെയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്തിരിക്കുന്നത് സുദിയോന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള ജീൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ക്രോപ്പ് ടോപ്പുകളുടെ തന്നെ ഒരു വലിയ കളക്ഷൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോയ്സിനും കുറച്ചും കൂടെ ഒരു 18 to എബവ് ഉള്ള ആളുകൾക്കുള്ള ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. കുട്ടികൾക്കിട്ട് ഈ ബോയ്സിൻ്റെ സെക്ഷനാണ് അത്രയും അങ്ങ് ഇല്ലാത്തത്, എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നെയിൽ പോളിഷ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ എല്ലാം സെക്ഷനുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ന്യൂ ലിപ്സ്റ്റിക്ക്, ലിപ് ബാമുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുതിയ ലിപ്സ്റ്റിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് ഇങ്ങനെ ചെറിയ കിറ്റ്, അതായത് ലിപ് കിറ്റാണ്, ലിപ്സ്റ്റിക് കിറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, സ്മോൾ ക്യാപ്സൂൾ പോലത്തെയാണ് കേട്ടോ. അതുപോലെ ഇതെല്ലാം അത് ക്യാപ്സൂളാണ്. അതുപോലെ തന്നെ കൊക്ക ചിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും എല്ലാം ഉള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുഞ്ഞ് കിറ്റ്, ഒരു ക്യാപ്സൂൾ പോലത്തെ. അതുപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ലിപ്സ്റ്റിക്കുകൾ ഇവിടെ ഉണ്ട്. ജോക്കുട്ടിന് ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവനെ കൂട്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവന് 2-3 എണ്ണം മാത്രമേ ഇഷ്ടമായുള്ളൂ, കുറേ ഒന്നും ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കാനൊന്നും സാധാരണ പറ്റില്ലാത്ത ആളാണ്. ഈ 179 സെക്ഷൻ കണ്ടോ, ഇവിടെ ഇത് 5 to 14 ഇയേഴ്സിൻ്റെ ബോയ്സിൻ്റെ സെക്ഷന്. ഇവിടെ നിന്ന് 2 എണ്ണം അവന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് കളർ കണ്ടോ, ഇത് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഒരെണ്ണം എടുത്തു. ഇത് 179 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ, അങ്ങനെയും പറഞ്ഞാണ് അത് വാങ്ങിയത്. പിന്നെ ഈ ബോയ്സിൻ്റെ ചപ്പലിൻ്റെ സെക്ഷനിൽ 199 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഷൂസ് ഉണ്ട്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൈം വേണം, നമുക്ക് എല്ലാം നോക്കിയെടുക്കാനായിട്ട് ടൈം വേണം. ബോയ്സിൻ്റെ സെക്ഷനിൽ ബാക്കി ഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ വൈറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചീത്തയൊക്കെ കേട്ടിട്ടിരിക്കുകയാണ്, ഏതെങ്കിലുമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അവൻ. ജോക്കുണ്ടിന് എടുത്ത ഒരു ഡ്രസ്സ് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ലൂസ് പാൻറ്റ് ഷർട്ടൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ആണോ? ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നും എടുത്തതല്ല കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, സീപോർട്ട് എയർപോർട്ടിലുള്ള ഈ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടോ? പോയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. നമ്മുടെ ചാനലിൽ ഇതുവരെ കൂട്ടായിട്ട് വന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തോളൂ, പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ബൈ.